ഈ സമരമുഖത്തുനിന്ന് എന്നെ മാറ്റുന്നത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ടാണ്. സ്ഥിരമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. സ്ഥിരമായിട്ട് എന്നെ പല രീതിയിൽ എന്റെ ജീവന് പോലും തല്ലിയിട്ടുണ്ടോ? CPM-ന്റെ ഭാഗത്തുനിന്ന് ഈ പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ പോലീസുകാര് ഇയാളെ ഉപയോഗിച്ചാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഈ നടന്ന സംഭവം മൊത്തം ഇവര് എന്റെ തലയിലാവും. പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കാർക്കും പിണറായി വിജയന്റെ പോലീസ് ഇവരെല്ലാം കൂടി ചേർന്ന്. നമസ്കാരം. കൃത്യം 10 വർഷം മുമ്പ് നെയ്യാറ്റിൻകര പ്ലാത്തോങ്കര പൂഴിക്കുന്നിൽ ഒരു ചെറുപ്പക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നു. പോലീസ് സമ്മതിക്കുന്നേയില്ല അവരുടെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതാണെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരനും മാതാവും കാര്യകാരണ സഹിതം പോലീസ് നടത്തിയ കൊലപാതകമാണ് എന്ന് പറയുന്നു. പോലീസ് ഗൗനിക്കുന്നേയില്ല. പിറ്റേ ദിവസം മുതൽ തന്നെ സഹോദരൻ, ഏതാണ്ട് ദിവസങ്ങൾക്ക് ശേഷം സഹോദരൻ ശ്രീജിത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടങ്ങുന്നു. ഏതാണ്ട് 10 വർഷമായി ശ്രീജിത്ത് സെക്രട്ടേറിയറ്റ് പടിക്കലാണ്. ഒട്ടേറെ തവണ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് കൈകാര്യം ചെയ്തിരുന്ന നടൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ പോലും ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യമുണ്ടായി. വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഈ കാലയളവിൽ ഈ ശ്രീജിത്തിന് വേണ്ടി ഉണ്ടായി. CBI അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ അതും ഒരിടത്തും എത്തിയില്ല. അങ്ങനെ 10 വർഷമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ശ്രീജിത്ത് തന്റെ ജീവിതം നീക്കിവെക്കുന്നു. ഒറ്റയ്ക്കായ അമ്മയ്ക്ക് ആരും കൂട്ടില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷെ തന്റെ സഹോദരന് നീതി കിട്ടുന്നത് വരെ താൻ ഈ സത്യാഗ്രഹം തുടരും എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു കുടില് കെട്ടി ജീവിക്കുകയായിരുന്നു. എന്നാൽ ഏതാണ്ട് 3 മാസമായി ശ്രീജിത്ത് അവിടെ ഇല്ല. ശ്രീജിത്തിന്റെ സത്യാഗ്രഹവും സമരവും ഒക്കെ തീർന്നു എന്നാണ് പൊതുവെ അവിടെയുള്ളവരുടെ വിലയിരുത്തൽ. അതിന്റെ കാരണം വാസ്തവത്തിൽ ഞെട്ടിക്കുന്നതാണ്. ശ്രീജിത്തിനെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് 40-45 ദിവസം ജയിലിലടച്ചു. അതിനുവേണ്ടി ഉപയോഗിച്ചത് ചില ഗുണ്ടകളെയാണ്. ശ്രീജിത്തിന് തിരിച്ച് സെക്രട്ടറിയുടെ പടിക്കൽ പോലും എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല, ശ്രീജിത്തിന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയനെതിരെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇരുന്നുകൊണ്ട് മൈക്ക് വെച്ച് തെറി വിളിച്ച ഒരു വീഡിയോ വൈറലായിരുന്നു. ഇതൊക്കെ പോലീസിന്റെയും സർക്കാരിന്റെയും CPM-ന്റെയും വൈരാഗ്യത്തിന് കാരണമായതുകൊണ്ട് ഒടുവിൽ നിരപരാധിയായ ശ്രീജിത്ത് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുന്നു. ശ്രീജിത്തിന് സംഭവിച്ചത് എന്താണ് എന്ന് നമുക്കൊരിക്കൽ കൂടി പരിശോധിക്കാം. ശ്രീജിത്ത്, എന്നാണ് ഈ സമരം തുടങ്ങുന്നത്? സമരം തുടങ്ങുന്നത് ഈ കൊലപാതകം നടന്ന ഏതാനും നാളുകൾക്ക് ശേഷം. എനിക്ക് സംഭവം നടക്കുന്ന സമയത്ത് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നാട്ടിൻപുറത്ത് എന്തെങ്കിലും കൂലിപ്പണിയും മറ്റ് സാധാ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു പരാതി, ജസ്റ്റ് ഇവിടെ കൊലപാതകം നടത്തിയിരിക്കുന്ന പോലീസുകാരാണ്. ഇവർക്ക് സഹായികളായിട്ട് ഗവൺമെന്റിന്റെ മറ്റു പല ആളുകളുമുണ്ട്. ഡോക്ടർമാരുൾപ്പെടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പല ആളുകളും ഇതിൽ പ്രതികളായിട്ട്, ഇവർക്ക് സഹായികളായിട്ട് വരുന്ന ഒരു കൊലപാതക കേസാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പരാതികളൊക്കെ എഴുതി തന്നു. അതുമായിട്ട് വീട് വിട്ട് ഇറങ്ങി തിരിച്ചാണ്. അപ്പോൾ ആ പരാതി ഗവൺമെൻറ് സർക്കാർ തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തു. അങ്ങനെ സമരവുമായിട്ട് ഞാൻ അവിടെ പോയി ഏതാനും നാളുകൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ ഒരു അന്വേഷണത്തിനും മറ്റുമൊക്കെ ആയിട്ട് ഈ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഗവൺമെന്റിന്റെ. ശ്രീജിത്തിന് എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 36. വിദ്യാഭ്യാസം? +2 ഡിഗ്രിക്കൊക്കെ പോയി കംപ്ലീറ്റ് ചെയ്തില്ല. ജോലിയൊന്നും ചെയ്തില്ലായിരുന്നു? ജോലി, എല്ലാ തലത്തിലുള്ള ജോലി എനിക്കറിയാം. ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലികളും അറിയാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സമരമായിട്ട് വരുന്ന സമയത്ത് തന്നെ എനിക്ക് സമരത്തിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ യാതൊരു സാമൂഹ്യ ബോധവും ഇല്ല. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് സമരമായിട്ട് വരുന്ന സമയത്തും എനിക്ക് യാതൊരു രീതിയിൽ സാമൂഹ്യ ബോധവും ഇല്ല. രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല. അങ്ങനെ സമരമായിട്ടൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമരമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നല്ലാതെ വലിയ രാഷ്ട്രീയ അച്ഛൻ വളരെ കുഞ്ഞുനാളിലെ മരണപ്പെട്ടു. അമ്മ മാത്രമേ. അമ്മ ഒറ്റയ്ക്കാണ്. ഇപ്പം വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. അമ്മ തൊഴിലുറപ്പ്, അമ്മ അങ്ങനെ പോകുന്നു. അമ്മയുടെ സഹോദരങ്ങള്, പിന്നെ അവർക്കറിയാം, ബന്ധുക്കള്. ഞാനിപ്പോ ഈ പ്രശ്നം നടന്നു, ഇതിന്റെ പുറകിലായിപ്പോയി. ഞാൻ ശ്രീജിത്ത് മാത്രമേ? അമ്മ ഇടയ്ക്ക് വരും സമരം. അല്ലല്ല, ഞാൻ പറഞ്ഞു ശ്രീജിത്ത് മാത്രമേ സഹോദരൻ കൂടാതെ ഉള്ളൂ? ഇല്ല, എന്റെ വേറെ ബന്ധുക്കളൊക്കെ ഉണ്ട്. സ്വന്തം 2 സുഹൃത്ത്? എനിക്ക് വേറെ പെങ്ങളുണ്ട്. അവരൊക്കെ കെട്ടിച്ചു വിട്ടതാ? കെട്ടിച്ചൊക്കെ വിട്ടു. പെങ്ങള് കെട്ടിച്ചു വിട്ട് 2 പിള്ളേരൊക്കെ ഉണ്ട്. അവരവരുടെ സഹോദരന്റെ പേര്? വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ശ്രീജീവ്. ശ്രീജീവ് കൊല്ലപ്പെട്ടതാ? എന്താണ് ശ്രീജീവിന് സംഭവിച്ചത്? ചേട്ടാ, ഇത് ഒരു ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പെങ്കൊച്ചുമായിട്ടുള്ള പ്രശ്നമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കൊലപ്പെടുത്താനുള്ള കാരണം, ശ്രീജീവും ആ പെൺകുട്ടിയായിട്ട് ഇഷ്ടമായിരുന്നു. വളരെ കുഞ്ഞുനാളിലെ ഉള്ള അടുപ്പമാണ്. വളരെ കുഞ്ഞുനാളിലെ അടുപ്പം. ഈ മുതിർന്ന സമയത്ത് ഈ
അപ്പോൾ ഈ അടുപ്പം വേറെ ഏതെങ്കിലും ലെവലിൽ മാറിപ്പോയോ എന്ന് അറിയാൻ പാടില്ല. ഇപ്പം ഇവനെ കൊല്ലുന്നതിനുള്ള കാരണം ഇത് ഈ കൊല്ലത്തിലേക്ക് വരാം. എന്താണ് സംഭവിച്ചെന്ന് പറയും? ശ്രീജീവും ഈ പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലായിരുന്നു. അവൻ പഠിക്കുമായിരുന്നോ? ഇല്ല, ജോലിക്കായിരുന്നു. സാധാ എന്തെങ്കിലും ജോലി ചെയ്തു. അപ്പം ഇവൻ എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെയാണ് ഈ മരണപ്പെടുന്നതിന് മുമ്പ് ഒരു 5-6 മാസം മുമ്പ് ഈ പെങ്കൊച്ചിന്റെ ഇതിനു മുമ്പ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. എങ്ങനെ പ്രശ്നം? എന്തെങ്കിലും ഈ പെങ്കൊച്ചിന്റെ ഇവനും ഈ പെങ്കൊച്ചുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ അമ്മയൊക്കെ വന്ന് നമ്മുടെ അടുത്ത് കാര്യം പ്രണയമാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രണയം എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഇവര് തമ്മിൽ എന്തോ. അവരത് കല്യാണം കഴിക്കായിരുന്നാണോ? അല്ല, അതിനെപ്പറ്റിയൊന്നും നമുക്ക് അറിയില്ല. അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്ത് പ്രശ്നമാവും ഉദാഹരണം പറഞ്ഞേ? എന്ന് ഇവരാഴ്ചയുള്ള എന്തോ അടുപ്പമാണ്. അപ്പം ഈ കൊല്ലപ്പെടുന്നതിന് ഒരു 6 മാസം മുമ്പ് ഇതേ രീതിയിലുള്ള പ്രശ്നമായിട്ട് വീട്ടിൽ നിന്ന് പോയതിനു ശേഷമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലുള്ള അമ്മയൊക്കെ വന്ന് ഞങ്ങളുടെ അടുത്ത് കാര്യം പറയുന്നത്. അവനെ കുറിച്ച് വല്ല അറിയാമോ? ഞാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി, എന്താണ് കാര്യം എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് കാര്യം, വീട്ടിൽ നിന്ന് പോകുന്നതിനുള്ള കാരണം ഇതാണ്. ഈ പെൺകൊച്ചുമായിട്ടുള്ള വീട്ടിൽ നിന്ന് ജോലിക്ക് പോവാണെന്ന് പറഞ്ഞു പോയി. വീട്ടിൽ വന്നില്ല. ഇല്ല. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. നിങ്ങളെങ്ങനെ അറിഞ്ഞു മരിച്ചത്? മരിച്ചത് ഇവനെ രഹസ്യമായിട്ട് ഈ പെങ്കൊച്ചിന്റെ കല്യാണത്തിന് ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പ് പോലീസുകാർ ഈ വീട്ടിൽ ഇവനെ അന്വേഷിച്ചു വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കാര്യം അറിഞ്ഞുകൂടാ, വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അമ്മയെ വിളിക്കുമെന്നല്ലാതെ എനിക്കിതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പം അമ്മയുടെ അടുത്തൊക്കെ കാര്യം ചോദിച്ചു. അതിനുശേഷം ഇവനെ രഹസ്യമായിട്ട് ഞങ്ങളടുത്ത് ചോദിച്ചിട്ട് ഇവനെപ്പറ്റി എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ഇവൻ്റെ കൂട്ടുകാരനെ വിളിച്ച സമയത്ത് അവനെ വെച്ച് രഹസ്യമായിട്ട് ഇവനെ പാതിരാത്രി വിളിച്ച് വരുത്തി. അങ്ങനെയാണ് ഇവർ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ പെണ്ണിന്റെ കല്യാണം നിശ്ചയിച്ചു. കല്യാണം ഏതാണ്ട് മെയ് മാസം 2014 മെയ് മാസം 21-ാം തീയതിയാണ് മെയ് മാസം 20-ാം തീയതി എന്താണ് കല്യാണം. കല്യാണത്തിന് മുമ്പ് കസ്റ്റഡിയിലെടുത്തു. കല്യാണത്തിന് 2-3 ദിവസം മുമ്പ് പോലീസുകാർ രഹസ്യമായിട്ട് കസ്റ്റഡിയിലെടുത്തു. എന്തിനാ കസ്റ്റഡി? ഇവന് കല്യാണം ഉറപ്പോന്ന് പേടിച്ചു. എന്താണ് കാര്യമെന്ന് നമുക്കറിഞ്ഞൂടാ. ഇതിപ്പം ഈ കൊല്ലപ്പെട്ട വ്യക്തി ഇവന്റെ സഹോദരനറിയാം, ഈ പെങ്കൊച്ചിന്റെ വീട്ടുകാർക്കറിയാം, ഈ കൊലപാതകം ഈ പോലീസുകാർക്കും അറിയാം എന്താണ് കാര്യമെന്ന്. ഇവനെ കസ്റ്റഡിയെടുക്കാൻ കുറ്റമെന്നായിരുന്നു, പരാതി ഉണ്ടായിരുന്നു അവന്റെ പേരിൽ. ഇവര് പറയുന്നത് ഏതോ ഒരു മൊബൈൽ മോഷണത്തിൽ ഇവന് പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇവൻ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞു ഇവന് പങ്കുണ്ടെന്ന് പറഞ്ഞു. പോയതിനു ശേഷം പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് കൂട്ടുപ്രതിയാണെന്ന് പറഞ്ഞു, പങ്കുണ്ടെന്ന് പറഞ്ഞു. മരണപ്പെട്ടതിന് ശേഷം പറഞ്ഞു ഇവ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്ന്. ആരുടെ മൊബൈൽ മോഷ്ടിച്ചത്? ആരുടെ മൊബൈൽ അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അതെന്തായി ആ കേസിന്റെ പ്രശ്നം? അതും ആ കേസിന്റെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് നിങ്ങൾ കരുതുന്നത് ഈ പെങ്കൊച്ചിന്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച സമയത്ത് ഇവരൊക്കെ പറഞ്ഞ എനിക്കും ഇതിലെന്തോ പങ്കുണ്ട്, എന്നെയും ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ പറഞ്ഞവർ. ഈ മൊബൈൽ മോഷണം ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച സമയത്ത് ഇവർ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്നെയും ഈ കേസിൽ പെടുത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ടായി. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്താണ് കാര്യം. എന്താണ് പോലീസിന്റെ ഇടപെടാൻ കാര്യം? പോലീസിന് അവർക്ക് പോലീസ് ബന്ധമുണ്ടോ? ഇവരുടെ ബന്ധത്തില് ഇവരുടെ കുറെ പോലീസുകാരുണ്ട് ഇവിടെ. ഈ പെങ്കൊച്ചിന്റെ വലിയമ്മയുടെ മക്കളും പിന്നെ ഇവർക്ക് പരിചയമുള്ള കുറെ പോലീസുകാരൊക്കെ ഉണ്ട് ഇവരുടെ. അപ്പം അവരെ ഉപയോഗിച്ച് ഒരുപക്ഷെ ഇവനെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം എന്തോ ഇവർ കസ്റ്റഡിയിലെടുത്ത് വെച്ച് എന്നെ ഇവർക്ക് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അവരെ എന്നെ ഈ പ്രാവശ്യം തന്നെ എന്നെ ഈ ആളെ വിട്ട് ഉപദ്രവിച്ച് എന്നെ കിടക്കാം. അല്ല, ഈ പയ്യനെ എടുത്തിട്ട് ഇവനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് നിങ്ങൾ അറിഞ്ഞോ? ഇവനെ കസ്റ്റഡിയിലെടുത്ത സമയത്തൊന്നും നമ്മൾ അറിയുന്നില്ല. ഇവനെ അറസ്റ്റ് ചെയ്ത് ഇവര് ഈ ടോർച്ചർ ചെയ്തിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷമാണ് ഞങ്ങളെ അറിയിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം പോലീസുകാർ ഞങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കസ്റ്റഡിയിലെടുത്തു, ഇങ്ങനെ ആത്മഹത്യക്ക് എന്തോ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് ഇവർ. പക്ഷെ ഞങ്ങൾ കസ്റ്റഡി അവിടെ മെഡിക്കൽ കോളേജ് ഈ 6-7 മാസത്തിന് ശേഷം ഞങ്ങൾ കാണുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെച്ചാണ് ഞങ്ങൾ ഇവനെ നേരിട്ട് കാണുന്നത്. മരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി പോകുന്ന സമയത്ത് ഈ ഒരു ബെഡിൽ ഇവനെ കെട്ടിയിട്ടിരിക്കുകയാണ്, കൈയും കാലും എല്ലാം കെട്ടിയിട്ടിരിക്കുന്നു.
ഈ മുഖത്തൊരു മാസ്ക് വെച്ചിട്ടുണ്ട്, മുഖത്തൊരു മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കണ്ടതും ഞങ്ങളെ എന്താ ഒരു മനുഷ്യന് സ്വയമേ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാനും പറ്റില്ല. ഇവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെന്ന് നമ്മളെ പറയുക, എന്നാൽ ഇവർ ഒരു മനുഷ്യനെ എനിക്ക് മനസ്സിലാക്കാൻ നടന്ന സംഭവം എനിക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഒരു കൊലപാതകത്തെ ചികിത്സയുടെ ഭാഗമായുള്ള ഒരു സ്വാഭാവികമായ മരണമാക്കി കാണിച്ച് കോടതികളെ, നിയമത്തെയും മറ്റുള്ള ബന്ധുമിത്രാദികളെയും കോടതിയെയും നിയമത്തെയും ചീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി, വേണമെങ്കിൽ ഒരു അഴിമതി, ഒരു കൊലപാതകം ആശുപത്രിയിൽ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഒരു മരണമാക്കി മിണ്ടാൻ ഇവർ സമ്മതിച്ചില്ല. എത്ര ദിവസം കഴിഞ്ഞ് മരിച്ചു? ഏതാണ്ട് ആശുപത്രിയിൽ ഏതാണ്ട് 24 മണിക്കൂർ അടുപ്പിച്ചുണ്ടായിരുന്നു. സംസാരിക്കാൻ ഇവർ അനുവദിച്ചില്ല. സംസാരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം അല്ല ഇവർക്ക് അനുകൂലമാക്കി അവർ എഴുതി മാറ്റി കളഞ്ഞു. ഇങ്ങനെ ഇവർ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇപ്പൊ നമ്മളെ ഇവർക്ക് അനുകൂലമാക്കി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പലതും എഴുതി മാറ്റി. ശരീരത്തിൽ പാടുണ്ടായിരുന്നു, ശരീരത്തിൽ ഇവിടെ വാരിയലിന്റെ അതൊന്നും ഇവര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനകത്ത് നാരായണക്കുറുപ്പ് ഇത് അന്വേഷണം നടത്തി, ഒരു ചെറിയൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെല്ലാം നമ്മുടെ വീഡിയോ എടുക്കുമല്ലോ, അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കും. ആ വീഡിയോയിലെല്ലാം ഇവർ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നതായിട്ടാണ് അന്ന് നാരായണക്കുറുപ്പ് സാറ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെയുണ്ട്. പക്ഷെ ഇവര് CBI അന്വേഷണം വരെ പറഞ്ഞിട്ട് ഈ കേസ് ഇവർ അട്ടിമറിച്ച് കളഞ്ഞു. അതിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വന്നിട്ട് ഈ നാരായണക്കുറുപ്പിന്റെ റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ട്. ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ റിപ്പോർട്ടിൽ പോസ്റ്റ് ഇവർ എഡിറ്റ് ചെയ്തിരിക്കുന്നു. ഈ കേസിന്റെ പല കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിമറി നടത്തിയതെല്ലാം അദ്ദേഹം പറഞ്ഞു. 2016 ഈ കേസിന്റെ ഒരു ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നു ഗവൺമെന്റിൽ. ഇവർ ഭരണത്തിൽ വരുന്നതിന്റെ ഒരു ദിവസം മുമ്പ് 2016 മെയ് മാസം 17 ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത്. 2016 മെയ് മാസം 17 ഒരു ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു കോടതി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തെ കാലത്ത് ഇങ്ങനെ ഭരണതലത്തിലുള്ള ഒരു പ്രശ്നത്തെ ഇങ്ങനെ കാലതാമസം വരുത്തുന്നതിന് വേണ്ടിയുള്ള ഭരണത്തിന്റെ ഇവരായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? എന്നിട്ട് ഇതിന്റെ ഒരു ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഞാൻ ഇതിന്റെ പുറകിൽ ഇറങ്ങിത്തിരിച്ചു, സമരമായിട്ടൊക്കെ ഇറങ്ങിത്തിരിച്ചു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഈ സംഭവം ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ ഇറങ്ങിത്തിരിച്ച് കുറെ ഭരണതലത്തിലുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇവിടെയുള്ള ജനങ്ങളുടെ കാര്യമൊക്കെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, അറിവുണ്ടായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യ ബോധം നമുക്ക് ഉണ്ടാവണമെന്നില്ല. അത് കഴിഞ്ഞ് ശ്രീജിത്ത് സമരമായിട്ട് ഇതിന്റെ പുറകിൽ ഇതായി. അപ്പം ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചു. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു ചെറിയൊരു അന്വേഷണം. അതിനുശേഷം സമരമായിട്ടൊക്കെ വന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതിന്റെ എൻക്വയറിക്ക് തന്നെ വിളിക്കുന്നത്. ഇതിന്റെ എൻക്വയറിക്ക് വിളിച്ച് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഇവരുടെ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ റിപ്പോർട്ട് കൊടുക്കുന്ന ഇവർ ഭരണത്തിൽ, ഈ സംഭവം നടക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തിലും, അടുത്ത് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്ന പിണറായി വിജയൻ അധികാരത്തിൽ അവർ ഭരണത്തിൽ വരുന്ന സമയത്താണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 2016 മെയ് മാസം 17 റിപ്പോർട്ട് കൊടുക്കുന്നു. 2016 സെപ്റ്റംബർ മാസം 3 ഇതിൻ്റെ ഒരു ഗവർണറിന്റെ ഒരു ഓർഡറൊക്കെ കിട്ടും. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണെന്ന നളിനി നെറ്റോ മേഡവും ഗവർണറിന്റെ ഒരു സർക്കാർ തലത്തിലുള്ള ഒരു ഇതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതിന്റെ നടന്ന ഈ വിഷയത്തിൽ വേണ്ട നീതി എന്താണോ, ഭരണതലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അന്ന് DGPയുടെ ഓഫീസിലെയും ആഭ്യന്തര വകുപ്പിലെ മറ്റുള്ള പലരും ചേർന്ന് ഇതിനെ മൊത്തം അട്ടിമറിച്ച് ആദ്യം അട്ടിമറിച്ചു. പിന്നെ അതിനുശേഷം തുടർന്ന് പറയാൻ കാരണം അതിന്റെ ഈ ഓർഡറല്ലേ ഇവർ അട്ടിമറിച്ചു കളയാൻ കാരണം എന്ന് പറയുന്നത് നമുക്കൊന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ എൻ്റെ അമ്മ ഈ പല വക്കീലന്മാരെയും കണ്ടു, അപ്പൊ ഹൈക്കോടതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയി. പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെ സമരത്തിൽ നിന്ന് മാറാതെ ഇങ്ങനെ കിടക്കുന്നത് പൊതുജനങ്ങളുടെ ഇടയിൽ ഇവർ പല പരിപാടികളും നോക്കി. എന്നെ സമരം പൊളിക്കാനും ഭീഷണിപ്പെടുത്താനും പല കാര്യങ്ങളും നോക്കിയിട്ട് ഒന്നും നടന്നില്ല. പലതവണ പൊളിച്ചു. എന്നിട്ട് നമ്മൾ പേടിക്കാതെ നിൽക്കുന്നു, ഒരു രക്ഷയില്ല എന്ന് കണ്ടു. അങ്ങനെ 2017-18 ഇത് പൊതുജനങ്ങൾ, അപ്പോഴാണ് ഇവരെല്ലാം ഇടപെടുന്നത്.
ഈ സിനിമാ നടന്മാർ, ഞാനൊക്കെ വന്നിരുന്നു സത്യം, ഞാനൊക്കെ ജാഥ നടത്തും. അതെ അതെ, അവർ ഈ അങ്ങനെ സിനിമാ നടന്മാരും സമൂഹത്തിലെ പല ആളുകളും രാഷ്ട്രീയ തലത്തിൽ ഇങ്ങനെയൊക്കെ പല ടോവിനോ അങ്ങനെ സിനിമാ നടന്മാർ അവരിവരെല്ലാം പല ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ ഇടപെട്ട സമയത്ത് അങ്ങനെയാണ് CBI കേസ് ഏറ്റെടുക്കുന്ന, നമ്മളെ വിശ്വസിപ്പിച്ചു. CBI കേസ് ഏറ്റെടുത്തതായിട്ട് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചു. പൊതുജനങ്ങളും അങ്ങനെ ഒരു ഇതുണ്ടായി. അപ്പോൾ അതിൻ്റെ സംഭവം ഗൂഗിളിലൊക്കെ കിടപ്പുണ്ട്. അതിന് CBI കേസ് ഏറ്റെടുത്ത സമയത്ത് എൻ്റെ അമ്മ, ഇവരാണെങ്കിൽ എൻ്റെ ചുറ്റും ഭയങ്കര ക്രൗഡായിരുന്നു. 10,000-കണക്കിനോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ ഈ ചുറ്റും നിന്ന ഇവർ നമ്മളെ സമരം നിർത്താൻ വേണ്ടി എൻ്റെ അമ്മയെ പ്രഷർ ചെയ്തു. CBI കേസ് ഏറ്റെടുത്തില്ല, ഇനിയെങ്കിലും സമരം നിർത്താം എന്നുള്ള രീതിയിൽ അമ്മയെ പ്രഷർ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ കാര്യങ്ങളൊരു വ്യക്തതയില്ലാതെ നമുക്ക് സമരം നിർത്താൻ പറ്റൂല എന്നുള്ള രീതിയിൽ. പിന്നെ അമ്മയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും ഒരു 700 ദിവസമായി അന്ന് ഈ സമരം 2018. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും ദിവസം നമ്മൾ തെരുവിൽ കിടന്നേയില്ല. അപ്പോൾ അങ്ങനെ കിടന്നു. അപ്പോൾ ഇവരെല്ലാം CBI അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ആശുപത്രി കിടന്നു. അപ്പോൾ എൻ്റെ ആശുപത്രിയിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞു, ഇത് CBI കേസ് ഏറ്റെടുത്തെങ്കിൽ അപ്പോഴത്തെ നേരത്തെ ഒരു എൻക്വയറി നടന്ന സംഭവമാണ്. ഇതിലെ കേസിൻ്റെ ഇതിൻ്റെ തുടർന്നുള്ള ഇത് നടക്കേണ്ടതാണ്. കേസിൻ്റെ നടപടിക്രമങ്ങൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട, അതൊന്നും ഇതുവരെ ചെയ്യാതിരിക്കുന്നത് വീണ്ടും ഈ കേസ് വീണ്ടും ഇവര് ഈ കൊലപാതകം ഒന്ന് തെളിഞ്ഞതിന് വരുമൊന്നും ചെയ്തില്ല. CBI ഞങ്ങളെ വിളിപ്പിച്ചു. അന്ന് വെള്ളയമ്പലത്തോ അവിടെ എവിടെയാണ് CBI ഓഫീസിൽ വിളിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ ഞാൻ പറഞ്ഞ അവർ CBI ഓഫീസിൽ പോയി ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർ തുടർന്ന് നിയമപര കാര്യങ്ങളൊന്നും ചെയ്യാൻ തയ്യാറായില്ല. അന്വേഷണം പൂർത്തിയായി അവരുടെ അവർ ഒന്നും അറിയാൻ പാടില്ല. അതിനുശേഷം ഇത് 2018 CBI കേസ് ഏറ്റെടുത്തതായിട്ട് പറയുന്നത്. പിന്നെ അതിനുശേഷം ഉടൻ തന്നെ ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സമരമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് വീണ്ടും ഞാനിങ്ങനെ സമരമായിട്ട് കിടക്കുന്നു. അതിനുശേഷം ഇവരാണെങ്കിൽ പല രീതിയിൽ ഞങ്ങളെ സമരം പൊളിക്കുകയും പോലീസുകാർ സമരം പൊളിക്കാനും മറ്റ് പല പരിപാടികളും സമരം നിർത്തി നമ്മൾ പോകാത്തതുകൊണ്ട് ഇത്രയും വലിയ പബ്ലിക് സപ്പോർട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റി എന്നിട്ട് നമ്മൾ സമരത്തിൽ നിന്ന് ഇങ്ങനെ മാറാതെ ഇവിടെ കിടക്കുന്നതിൻ്റെ പേരിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ 2019 സെപ്റ്റംബർ മാസം 6-ാം തീയതി 2010 CBIയുടെ ഈ റിപ്പോർട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. CBI എന്തോ അട്ടിമറി നടത്തി ഇത് കൊലപാതകം എന്ന ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി അന്വേഷണം നടത്തി കൊടുത്ത റിപ്പോർട്ടിനെ പ്രതികളുടെ പേരുൾപ്പെടെ കൊടുത്തു. അന്ന് DGPയുടെ അടുത്ത് ഈ വിഷയത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതിനെ ഇവർ അട്ടിമറിച്ച് കളഞ്ഞു. 2019 വന്നിട്ട് ഇതിനെ മൊത്തം ഇവർ അട്ടിമറിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഇതിനു വേണ്ടി പിന്നെ കോവിഡൊക്കെ വന്നത് ഈ സംഭവം ഇതിനു വേണ്ടി പല ആളുകളും നിന്ന് കോവിഡ് കാലത്ത് അവിടെ തുറന്നോ? കോവിഡ് സമയത്തെല്ലാം അവിടെ ഉണ്ട്. കോവിഡ് സമയത്തെല്ലാം വീട്ടിൽ നിന്ന് ഇപ്പം ഈ സമരമുഖത്തുനിന്ന് എന്നെ മാറ്റുന്നത്, എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ടാണ്. അല്ല, അപ്പൊ കോവിഡ് കാലത്ത് അവർ പോകാന്ന് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞു പോകാൻ പറ്റൂല, എനിക്ക് വീട്ടിൽ സുരക്ഷിതത്വം ഇല്ല. എൻ്റെ നാട്ടിലും എനിക്കിപ്പോൾ എൻ്റെ സഹോദരനെ കൊല്ലുകയും അതിനെതിരെ പരാതിയുമായിട്ട് വന്ന നമ്മളെ പറ്റിക്കുന്നതിനോടൊപ്പം ജനങ്ങളെ ഇവരെല്ലാം കൂടി തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലിരുന്നപ്പോഴും അവിടെ തന്നെയുണ്ട്. കോവിഡ് സമയത്ത് ഭക്ഷണമൊക്കെ ഞാൻ സമരത്തിന് ഇരിക്കുന്ന സമയത്ത് വളരെ അപൂർവമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളൂ. ഒരു ദിവസം ഒരു നേരം ആയിരിക്കാം. അല്ല, കോവിഡ് കാലത്ത് കടകളൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ എന്നാ ചെയ്തു? അവിടെ ചിലപ്പം ഭക്ഷണം സമരം മുഖത്തിരിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കാതെയൊക്കെ ഉള്ള ശീലമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് വേറൊരു രീതിയിലായിരിക്കും. ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പരമാവധി ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കും. ഒരു ദിവസം ഒരു നേരമായിരിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ കോവിഡ് കാലത്ത് ഏതാണ്ട് 10-25 ദിവസം അടച്ചിട്ടിരിക്കുവായിരുന്നല്ലോ. 25 ദിവസമല്ല, ഏതാണ്ട് 2 വർഷം അടുപ്പിച്ച് ഇങ്ങനെ ബ്രേക്ക്, കുറച്ച് ദിവസം 10 ദിവസം. അതെ, ആ സമയത്തൊക്കെ ഒന്നും കഴിക്കായിരുന്നു? ഒന്നും കഴിക്കാതല്ല, ഞാൻ അവിടെ ഭക്ഷണം ചിലപ്പം 2 ദിവസത്തിലൊരിക്കൽ ഉണ്ടാക്കി കഴിയും. ഉണ്ടാക്കിയൊന്നുമല്ല, ചിലപ്പോൾ അവിടെ കടയിൽ എവിടെ എന്തെങ്കിലും ഒരു കടയില്ലാത്തപ്പോഴോ അതൊക്കെ എങ്ങനെ നടന്നു എനിക്ക് അറിയാൻ പാടില്ല. കോവിഡ് സമയത്ത് ചിലപ്പം ചായ എന്തെങ്കിലും വാങ്ങിച്ച് കുടിച്ച് അങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ നടന്നു. അല്ലാത്തപ്പോഴും മൊത്തത്തിൽ ഭക്ഷണം എങ്ങനെയായിരുന്നു? എല്ലാ നേരവും 3 നേരം ഇല്ല? 3 നേരം ഇല്ല. സമരമുഖത്തിരിക്കുന്ന സമയത്ത്
ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ഒരു ദിവസമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലോണം കഴിക്കും, ചിലപ്പം ഭക്ഷണം കഴിക്കാതെ അല്ല. ഒരാഴ്ച കഴിക്കാതിരുന്ന വിശപ്പ് ഒരാഴ്ചയിൽ ഒരു മാസം അടുപ്പിച്ചൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. 3 ദിവസം പറ്റത്തില്ല. ഇല്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചായയൊക്കെ ചായ എന്തെങ്കിലുമൊക്കെ ശരിക്കും കുടിക്കും. ചായ, കട്ടൻ ചായ ഇതൊക്കെ കുടിക്കും. അതിനൊക്കെ ആരും പൈസ തരുമായിരുന്നോ? അതിന് ഇപ്പോൾ ഞാൻ അവിടെ കിടക്കുമ്പം എൻ്റെ അമ്മ പിന്നെ എൻ്റെ ഒരു ബന്ധുക്കള് ഇവരൊക്കെ പൈസ തരും എൻ്റെ ചെലവിന്. നാട്ടുകാർ തരുമായിരുന്നില്ല. പിന്നെ ദൂര സ്ഥലങ്ങളൊന്നും വേറെ ഒന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ ഈ സമരമായിട്ട് ഈ പ്രശ്നം നടന്ന് സമരമായിട്ട് വന്നു. ഏതാണ്ട് ഞങ്ങളുടെ കുടുംബം മൊത്തം ഏതാണ്ട് കുളമാക്കിയെന്ന് വേണം പറയാം. ഞാൻ സമരം ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും എന്നെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുകയും ജയിലിലാക്കുകയും ചെയ്തു ഗവൺമെന്റ്. ഇവരെല്ലാം കൂടി ഒത്തുകളിച്ചു. ഞാൻ സമരം ചെയ്തു എന്നാൽ ഒരു പ്രശ്നത്തിൽ ഒരു നാട്ടിൻപുറത്തുകാരനായ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നത്തിനെതിരെ വരുന്നു. അപ്പോൾ ഈ ഭരണതലത്തിലുള്ള ഇവരെല്ലാം കൂടി ഒന്നിച്ചു നിന്ന് നമ്മളെ ചീറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുകയും പിന്നെ അവർക്ക് തലവേദന ആയി എന്ന് കണ്ട സമയത്ത് അവർ നമ്മളെ സമരം അല്ല. അതിലേക്ക് വരാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ദിവസങ്ങളിലൊന്നും നാട്ടുകാർ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടോ? ചെറിയ രീതിയിൽ നമ്മുടെ നിത്യ ചെലവുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചായ കുടിക്കോ മറ്റോ ഒക്കെ വേണ്ടി ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടും, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ പോലീസിന്റെ ശല്യം എങ്ങനെയായിരുന്നു ഈ സമര സമയത്ത്? പോലീസ് നേരിട്ട് ശല്യം ചെയ്തിട്ടുണ്ട്. പോലീസും പാർട്ടിക്കാർ നേരിട്ട് ശല്യം ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ള ഇപ്പൊ ഞാൻ ജയിലിലായ സംഭവം എന്ന് പറഞ്ഞാൽ അല്ല, അതിലേക്ക് പോവാം. അതിന് മുമ്പ് അല്ലാതെയുള്ള ഈ ശല്യം അവിടെ നിന്ന് ഇറക്കി വിടുകയും തല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ ഉപദ്രവം. പിന്നെ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് പോലീസുകാര് അവർ വേറെ ആളുകളെ വിട്ടു നമ്മളെ ഉപദ്രവിക്കുകയും അവർക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം അവർ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ ഞാൻ ഇതുവരെ അവരടുത്ത് ഇങ്ങനെ എൻ്റെ സഹോദരന്റെ ഈ പ്രശ്നം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഞാൻ അവരടുത്ത് പരാതിയായിട്ടോ എനിക്കുണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ ഞാൻ പരാതിയായിട്ട് പോയിട്ടില്ല. എനിക്കുണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ പിന്നെ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വേറെ പാർട്ടിക്കാരൊന്നും നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല. കൂടുതലും ഇദ്ദേഹത്തിന്റെ CPM-ന്റെ ഭാഗത്തുനിന്നാണ് കൂടുതലും. CPM-ന്റെ ഭാഗത്തുനിന്ന് ഈ പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ടോയ്ലറ്റ് പോക്കൊക്കെ എവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ടോയ്ലറ്റിൽ അവിടെ അടുത്ത് പബ്ലിക് കമ്പാർട്ട്മെന്റും പിന്നെ നമുക്ക് പരിചയമുള്ള ചില അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അമ്പലക്കുളത്തിലൊക്കെ പോകുന്ന സമയത്ത് സോപ്പൊന്നും നമുക്ക് തേക്കാൻ പറ്റത്തില്ല, സോപ്പ് എണ്ണയൊന്നും. പക്ഷെ ചിലപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പോലും നമ്മൾ ചിലപ്പോൾ സോപ്പ് വെച്ചുള്ള കുളി ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും. അല്ലാതെ പോയി ഒന്ന് ശരീരം തണുക്കാനും ഒന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാനും വേണ്ടി അമ്പലക്കുളത്തിലൊക്കെ പോയി കുളിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സമരം നിർത്തേണ്ട സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? സമരം ഇവര് ആളെ വിട്ട് സ്ഥിരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് മറുനാടൻ ചാനലിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇവര് സ്ഥിരമായി നമ്മൾ ആളുകളെ വിട്ട് ഉപദ്രവിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണം പറ. സ്ഥിരമായിട്ട് ഇവര് ആളുകളെ വിട്ട് ഞാൻ ഇപ്പൊ ജയിലിൽ ആ വ്യക്തിയെ നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് വന്ന് നമ്മൾ അടിച്ചു. ചെങ്കച്ചുള്ളയിലുള്ള ഒരു വ്യക്തിയാണ്, തിരുവനന്തപുരം. അയാൾ കൊലക്കേസിൽ എത്രയോ വർഷം ജയിലിൽ കിടന്നതാണ്, കൊലപാതക കേസിൽ ജയിലിൽ കിടന്നതാണ്. ഇപ്പോഴും പല ഇങ്ങനെ അടിപിടി കേസിലൊക്കെ ആയിട്ട് ജയിലിൽ. ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളുടെ അവ സ്ഥിരം ജയിലിൽ വരുന്നവനാണ്. അയാൾ സ്ഥിരം നമ്മൾ ഉപദ്രവിക്കുക. അയാൾ എന്താണ് അയാൾ കഞ്ചാവ് കച്ചവടോ മറ്റുമൊക്കെയാണ്. കഞ്ചാവ് കച്ചവടം അയാള് ഈ ചില സമയങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് വന്ന് കുട നന്നാക്കാൻ എന്നൊക്കെ പറഞ്ഞിരുന്ന് അവിടെ കഞ്ചാവ് കച്ചവടം ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പോലീസുകാരുടെ ഒരു പ്രധാന സഹായിയാണ്. പോലീസുകാര് അവിടെ ഈ പോലീസുകാർക്ക് പല സഹായങ്ങളൊക്കെ പോലീസുകാർ അങ്ങോട്ട് ചെയ്യുകയും ഇവൻ അതേപോലെ തന്നെ ഇപ്പം പോലീസുകാർക്ക് ഒരു പോലീസുകാരും പാർട്ടിക്കാരും അവനെ ഉപയോഗിച്ചതാണ്. അവൻ വന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് വന്ന് നമ്മളെ എവിടെയെങ്കിലും അടിക്കും. ചിലപ്പോൾ നമ്മൾ നോക്കത്തില്ല, നമ്മൾ മറ്റേതെങ്കിലും ശ്രദ്ധിച്ച് നിൽക്കുന്ന മറ്റേതെങ്കിലും കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മളെ തലയിൽ അടിക്കുക, കത്തി കൊണ്ട് കുത്താൻ ഓടിക്കുക. ഇവിടെ പല ആളുകളും ആ സമീപത്ത് പല ആളുകളും ഇവന്റെ പ്രവർത്തികൾ കണ്ടതാണ്. പിന്നെ അവർ ചിലപ്പം പറയണമെന്നില്ല, കാരണം നമ്മളിപ്പോ പോലീസും മറ്റുമൊക്കെ ഒരു ഇതായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് വന്ന് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല? ഞാൻ ഈ കേസുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കുണ്ടായ ഈ പ്രശ്നം മാത്രമല്ല, എനിക്ക് അവിടെ പല രീതിയിലുള്ള നമ്മുടെ ജീവന് പോലും അപായം. വേറെ നമ്മളെ ഇതേപോലെ പാർട്ടിക്കാർ വന്ന് നമ്മളിങ്ങനെ വന്ന് ഉപദ്രവിക്കുന്ന സംഭവങ്ങളുണ്ട്. വ്യക്തമായി പറ. ആ പാർട്ടിക്കാർ ഇതേപോലെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ തെറിവിളിയൊന്നും അല്ലാതെ നമ്മൾ
നമ്മുടെ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പോലും ആരെയും അത് അന്നൊരു ദിവസം മുഖ്യമന്ത്രിക്കെതിരെ എന്തോ അതല്ലാതെ നമ്മൾ നമ്മുടെ വിഷയത്തിനെതിരെ പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ സമരം ചെയ്യുന്നത് നമ്മളിപ്പം മറ്റുള്ളവര് ഒന്നെങ്കിൽ മാധ്യമങ്ങൾ ഇടപെട്ട് അത് ജനശ്രദ്ധയിൽ കൊണ്ടുപോകുന്ന ആ പ്രശ്നം സമരം ഞാനിപ്പോൾ ആവശ്യപ്പെട്ട എന്താണ് ഈ കേസിന്റെ അടുത്ത സ്റ്റെപ്പ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം, എന്നാൽ ഞാൻ സമരം നിർത്തി പോകുമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ട ശ്രീധരൻ ഇവിടെ വന്നിട്ട് ഉപദ്രവിക്കുന്ന സ്ഥിരമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? സ്ഥിരമായിട്ട് എന്നെ പല രീതിയിൽ എന്റെ ജീവന് പോലും തല്ലിയിട്ടുണ്ടോ? എന്നെ തല്ലിയിട്ടുണ്ട്. ഈ വ്യക്തിയെ അല്ലാതെ വേറെ തല്ലിയിട്ടുണ്ടോ? വേറെ പിള്ളേരൊക്കെ വേറെ ഒന്ന് രണ്ട് പ്രാവശ്യം 2019 സംഭവം ഉണ്ടായിട്ട്. ഈ വ്യക്തി എത്ര കാലമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്? ഈ വ്യക്തി ഒരു 6-7 മാസമായിട്ട് സ്ഥിരമായിട്ട് 6-7 മാസമായിട്ടാണ് സ്ഥിരമായിട്ട് ഇയാൾ രാത്രി കൂടുതലുമായിട്ട് ഇയാൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും ഇല്ലാത്ത സമയത്താണ്. ഉറങ്ങിക്കിടക്കുമ്പോഴല്ല, നമ്മളൊരു 9 മണി 10 മണി ചിലപ്പോൾ ഒരു 12 മണിക്ക് ശേഷം അവിടെ മറ്റാരും അധികം ഇപ്പൊ അവിടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനോ ജോലിക്ക് വേണ്ടിയോ അങ്ങനെയുള്ള ഒരു തിരക്കില്ലാത്ത സമയത്താണ് ഈ വ്യക്തി കൂടുതലായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കാം, ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ പാതിരാത്രി ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പൊ തൊട്ട മുമ്പിൽ ഒരു തട്ടുകടയൊക്കെ ഉണ്ട്. അപ്പൊ ആ തട്ടില്ലാത്ത സമയത്തായിരിക്കും. ആ തട്ടില്ലാത്ത സമയത്ത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചെന്താണ്? സെപ്റ്റംബർ സംഭവിച്ചെന്താണ്? ഏറ്റവും ഒടുവിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ 6-ാം തീയതിയാണ്, ഞായറാഴ്ച സെപ്റ്റംബർ 6. ഈ 6-ാം തീയതി അപ്പൊ ഈ ആഴ്ച എന്ന് പറയുന്നത് പൂജ വെപ്പ് പൂജ എടുപ്പ് അങ്ങനെയുള്ള ഒരു ദിവസമാണ്. അപ്പം പലരും അവിടെ ഇല്ല, തിരക്കില്ലാത്ത ഒരാഴ്ചയാണ്. എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്താണ്. അപ്പൊ ആ തിരക്കില്ലാത്ത ഈ ആഴ്ച ഇവര് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ അവിടെ ചെറിയ സ്റ്റൂളിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ മയക്കെടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പുള്ളി നടന്നു പോകുന്ന സമയത്ത് എൻ്റെ പുറത്തൊരു അടി അടിച്ചിട്ട് പോയി. പക്ഷെ ഈ പുള്ളി ചെയ്ത ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിങ്ങനെ നിൽക്കുന്നു, മൈക്കെടുത്ത് വെച്ച് സംസാരിക്കുന്നു, നടന്നു പോകും. എത്ര മണിക്ക്? ഒരു 4 മണി. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല, എങ്കിലും ഒരു 4 മണി 5 മണി സമയത്താണ്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് പുള്ളി എൻ്റെ പുറത്തൊരു അടി അടിച്ചിട്ട് പോയി അപ്പുറത്ത് പോയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ചെറിയ കുറച്ച് വീഡിയോ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് വേറൊരു ചെറുപ്പക്കാരൻ, കാലിന് സുഖമില്ലാത്തൊരു മനുഷ്യൻ അവിടെ കിടന്നിരുന്നു. ശരീരത്തിൻ്റെ പകുതി സ്വാധീനം ഇല്ലാത്ത ഒരു മനുഷ്യൻ അവിടെ കിടന്നിരുന്നു. അപ്പോൾ അയാളടുത്ത് പോയി പിടിയും വലിയുമായി. ഇവർ തമ്മിൽ പിടിയും വലിയുമായി. അപ്പം ഈ വ്യക്തി നല്ലോണം മദ്യപിക്കുകയോ മറ്റെന്തോ ലഹരി വസ്തുക്കൾ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചെങ്കച്ചൂളയിലുള്ള ഇയാളെ സ്ഥലം ചെങ്കച്ചൂളയിലാണ്. അപ്പം പിടിയും വലിയുമായി അയാൾ പിടിച്ച് തള്ളുന്നു. ഇവര് തമ്മിലുള്ള പിടിയും വലിയില് ഇയാൾ വന്ന് വീണ് ഇയാൾ തല അവരുമായിട്ട് പിടിയും വലിയും നടന്നു. അപ്പൊ ഇവര് തമ്മിലുള്ള പിടിയും വലിയില് ഇയാൾ വന്ന് വീണ് ഇയാളുടെ തല പൊട്ടി. അപ്പൊ ഞാൻ അത് മൊബൈലിൽ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. അതൊന്നും അല്ല, ഇവര് തമ്മിലുള്ള തുടക്കത്തിൽ ഇവര് തമ്മിലുള്ള ഈ അടിപിടിയുടെ തുടക്കത്തിന്റെ ഭാഗം ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇത് വീഡിയോ എടുത്തു. പിന്നെ ഈ സമയത്ത് ഞാൻ അവിടെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഈ പുള്ളി സ്ഥിരമായിട്ട് ഞങ്ങളെ വന്ന് ഉപദ്രവിച്ചു. അപ്പൊ ഇവിടെ ഇത് കൃത്യമായിട്ട് ഒരു പ്ലാൻ ചെയ്തതാണെന്നാണ് എനിക്ക് സംശയം. കാരണം അവരുടെ പാർട്ടിക്കാര്, ഈ പിണറായി വിജയന്റെ പാർട്ടിക്കാരായിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇയാൾ വന്ന് സ്ഥിരം ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും ദയവ് ചെയ്ത് ഇവിടെ പോലീസുകാരൊക്കെ ഇയാളെ വിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്, കണ്ടോൺമെന്റ് സ്റ്റേഷൻ പോലീസുകാരോ മറ്റോ ഇയാളെ വിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇവനാണെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നത്, ഞാൻ വീഡിയോ ഇത് കണ്ടുകൊണ്ട് ഇവൻ അടുത്ത് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു ഇതുണ്ടായി. തിരിച്ചടിച്ചോ എന്റെ തിരിച്ചടിക്കുകയോ എന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ അടുത്ത് അവനുമായിട്ട് പിടിയും വലിയായി വന്ന് വീണ് തല പൊട്ടി അടുത്ത് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി സ്ഥിരമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കില്ല, എന്നെ പ്രതീക്ഷിക്കാതെ വന്ന് എന്റെ തലയിൽ അടിക്കുന്നു. എന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇയാള് എന്നെ അടുത്ത് ഉപദ്രവിക്കാൻ ഞാൻ പിടിച്ച് തള്ളുകയോ അയാൾ വീഴുകയെന്തോ ചെയ്തു. പക്ഷെ ഈ നടന്ന സംഭവം അയാൾ നേരത്തെ അയാൾക്ക് എന്തോ പറ്റിയിരുന്നു. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു. ഇയാളുടെ സ്ഥിരമായിട്ട് ആ വീഴ്ചയിൽ ഒന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ
ഈ സംഭവം മൊത്തം, ഈ നടന്ന സംഭവം മൊത്തം പോലീസുകാർ വിട്ടാണ് ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പോലീസുകാര് ഇയാളെ ഉപയോഗിച്ചാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഈ നടന്ന സംഭവം മൊത്തം ഇവര് എന്റെ തലയിലാണ്. എന്നാ പറഞ്ഞ പോലീസുകാര് ഈ സംഭവം നടക്കുന്നത് 4 മണി 5 മണി സമയത്താണ്. അടുത്ത പാതിരാത്രി വന്നിട്ട്, പാതിരാത്രി ഒരു 8 മണി 9 മണിയോ 10 മണിയോ സമയത്ത്, ഇപ്പൊ അത് ശ്രദ്ധിക്കുന്നില്ല, രാത്രിയിലാണ്. രാത്രിയിൽ പോലീസുകാർ വന്ന് എന്നെ ബലമായിട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വയ്ക്കുന്നു. പോലീസുകാർ എന്നെ ബലമായിട്ട് കസ്റ്റഡിയിൽ വയ്ക്കുന്നു. ഈ സംഭവം ഇതറിയണം, അതിനുശേഷം ഉണ്ടായത്. പോലീസുകാർ വന്ന് എന്നെ ബലമായിട്ട് വലിച്ചു. അപ്പൊ ഞാൻ സ്റ്റേഷനിൽ വെച്ച് ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ വിളിക്കാൻ മൊബൈൽ എടുക്കാൻ പറഞ്ഞു. നിങ്ങൾ ആളെ വിട്ട് അടുപ്പിച്ച് എന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആളെ വിട്ട് എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച്, ജീവരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത് എൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു. എനിക്ക് എൻ്റെ അമ്മയെ വിളിച്ച് സംസാരിക്കണമെന്നാണ്. ആദ്യമൊന്നും പോലീസുകാർ മൊബൈൽ തന്നില്ല. പിന്നെ പിന്നെ കുറേ വഴക്കൊക്കെ സ്റ്റേഷനകത്ത് ഉണ്ടായതിനു ശേഷം പിന്നെ മൊബൈൽ തന്നു. മൊബൈൽ വാങ്ങിച്ച് ഞാൻ അമ്മയെ വിളിച്ച് അറിയിച്ചു. അപ്പോഴങ്ങ് അമ്മ വരുന്നു. അമ്മ വന്നിട്ട് അമ്മ കുറേ കരഞ്ഞു. സ്റ്റേഷൻ്റെ അവിടെ നിന്നിട്ട് അമ്മ കുറേ കരഞ്ഞിട്ട് അമ്മ അടുത്ത് ഇവിടെ ഞാൻ സമരം കിടക്കുന്ന അവിടെ, ഞാൻ സമരത്തിൻ്റെ അവിടെ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം അമ്മ അവിടെ സമരത്തിൻ്റെ അവിടെ പോയി കിടക്കുന്നു. അമ്മ അവിടെ കിടക്കുന്നു. പാതിരാത്രി ഒരു 12 മണിക്ക് ശേഷം ഞാൻ സ്റ്റേഷനിൽ ഇരിക്കുവാണ്. ഞാൻ സ്റ്റേഷനിൽ ഇരിക്കുന്നു. എന്നെ അമ്മ സ്റ്റേഷനിൽ വന്ന് കണ്ടിട്ട് സമരം കിടക്കുന്ന അവിടെ വന്ന് കിടക്കുന്നു. പാതിരാത്രി ഒരു 12 മണി ചെറിയ മഴ പെയ്യുന്നു. പോലീസുകാർ വണ്ടി കൊണ്ടുവന്ന് ഈ അമ്മയെ വലിച്ചു മാറ്റിയിട്ട് ഈ സമരത്തിൻ്റെ എല്ലാ സാധനങ്ങളും പൊളിച്ചു മാറ്റിക്കളാം. ഒരു കൊലപാതക കേസിൻ്റെ പോലീസുകാർ നടത്തിയ ഒരു കൊലക്കേസിൻ്റെ പല പേപ്പറുകളും പല സംഭവങ്ങളുമാണ് ഞാൻ അവിടെ വെച്ചിരുന്നത്. എല്ലാം മാറ്റി ഇവന്മാരെന്ത് ചെയ്തു? അത് മൊത്തവും മാറ്റി അമ്മയെ വലിച്ചു മാറ്റിയിട്ട് ആ കേസിന് മൊത്തവന്മാർ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള സമരത്തെ മൊത്തവും മാറ്റിയിട്ട് വേറെ കേസിൽ എന്റെ തലയിൽ വെച്ച് എന്നെ മനഃപൂർവ്വം അവനെ കൊലപ്പെടുത്താൻ, സാധാരണ വേറെ 308ഒക്കെയാണ് മനഃപൂർവ്വം ഞാൻ അവനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ കേസാക്കി മാറ്റി ഇവര് എന്നെ ജയിലിലടച്ചു. എത്ര ദിവസം ജയിലിൽ കിടന്നു? ഞാൻ ഏതാണ്ട് ഒരു 10-40 എത്ര ദിവസം വരെ. എന്നിട്ട് ജാമ്യം കിട്ടി? അവിടുന്ന് ജാമ്യം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തന്നില്ല. ജില്ലാ കോടതിക്ക് നേരിട്ട് അന്വേഷിക്കാം. ഞാൻ മജിസ്ട്രേറ്റിനോട് ഞാൻ നേരിട്ട് പറഞ്ഞു, ഈ സ്ഥിരമായിട്ട് എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. വക്കീലുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ വക്കീലിനെ ഏർപ്പാടാക്കി. ആദ്യം ഒരു വക്കീലിനെ ഏർപ്പാടാക്കി. ഇപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇത് ഗവൺമെൻറ്റുമായിട്ടുള്ള വലിയൊരു പ്രഷറുള്ള സംഭവമാണ്. ഇവരൊരു സാധാരണ ഒരുത്തനെ വിട്ട് സർക്കാരിനും ഭരണത്തിന് മൊത്തം നീതിക്ക് വേണ്ടി 9-10 വർഷമായിട്ട് ഇങ്ങനെ തെരുവിൽ സമരം ചെയ്യുന്നു. ഭരണത്തിന് മൊത്തവും ഭരണം മൊത്തം ഒരു ഇതായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അവര് പല രീതിയിലും കളിക്കും. അത് ജില്ലാ കോടതിയും തന്നില്ല, മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തന്നില്ല, ജില്ലാ കോടതി കൊടുത്തു, ജില്ലാ കോടതിയും തന്നില്ല. അപ്പം പിന്നെ അങ്ങനെ ആണ് ഹൈക്കോടതിയിൽ നിന്നാണ് ജാമ്യം എടുക്കുന്നത്. ഈ ജാമ്യം എടുക്കുന്നത്. എത്ര ദിവസം ജയിലിൽ കിടന്നു? ജയിലിൽ ഏതാണ്ട് ഒരു 10-40 ദിവസം ഇവര്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ ഈ നവംബറിലാണ്, ഇത് കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. 19-ാം തീയതി രാത്രിയാണ്. സമരം നടത്താൻ പോയില്ല. പിന്നെ ഞാൻ സമരം നടത്താൻ പോവാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം. ഇപ്പം എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഏതാണ്ട് 40-50,000 രൂപയായി ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി തന്നെ. ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയി. വീട്ടിലോട്ട് പോയി. ഞാൻ ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ വീട്ടിലോട്ടല്ല. ഇപ്പം ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇപ്പം പോകുന്നത്. വീട്ടിലോട്ട് ഒരു ദിവസം പോയി ഞാൻ വീടൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഭയങ്കരമായിട്ട് ഇതാണ്. ഞാൻ ഇപ്പം നിൽക്കുന്നത് അവിടെ. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ എന്നെ അറിയാമല്ലോ. അവിടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അടുത്ത് വേറെ കേസുണ്ടാവും. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത് ഇവരുടെ പാർട്ടിക്കാർ തന്നെ ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, എനിക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടൂല. ഇപ്പം എൻ്റെ സഹോദരനെ പോലീസുകാർ കൊന്നു. അടുത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ ഏതെങ്കിലും സ്റ്റേഷനിൽ വെറുതെ പോയി അവന്മാരുടെ പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. അവിടെ അധികം ആർക്കും അറിഞ്ഞുകൂടാ എൻ്റെ ഒരു ബന്ധുവിൻ്റെ. പദ്ധതി ഇപ്പം പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് അങ്ങനെ അങ്ങ് പോയി.
ഒന്നും നടക്കത്തില്ല. ഇല്ല, ഇപ്പം പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ നടന്ന സംഭവം ഇപ്പം ഇവരാളെ വിട്ട് എന്നെ ഉപദ്രവിച്ച് കേസ് എൻ്റെ സഹോദരൻ്റെ നീതിക്ക് വേണ്ടിയുള്ള സമരത്തെ ഇവർ അട്ടിമറിക്കുകയും വേറെ ഒരു കേസിൽ എന്നെ പ്രതിയാക്കി ഇവർ ജയിലിലാക്കുകയും ചെയ്തു. പിണറായി വിജയന്റെ പാർട്ടിക്കാർക്കും പിണറായി വിജയന്റെ പോലീസ് ഇവരെല്ലാം കൂടി ചേർന്ന് ഈ ഗവൺമെന്റ് ഭരണം ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ ഇത് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് ഈ വിഷയം നേരിട്ട് അന്വേഷിക്കാം. ഈ വിഷയം കോടതിക്ക് ഇപ്പൊ ഞാൻ എന്തിനു വേണ്ടിയാണോ ഇവരെന്നെ ജയിലിലാക്കിയത് ആ സംഭവം കോടതിക്ക് നേരിട്ട് ഈ വിഷയത്തിൽ അന്വേഷിക്കാം. കാരണം മറ്റേ വ്യക്തി എന്ന് പറയുന്നത് പല കേസിലെയും പ്രതിയാണ്. അന്ന് കോടതിക്ക് നേരിട്ട് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വേണമെങ്കിൽ കേസ് വേണമെങ്കിൽ അവർക്ക്. ജയിലിൽ എങ്ങനെ ഉണ്ടായിരുന്നു ജീവിതം? ജയിലില് കൂടെ ഉള്ള തടവുകാരെ കൊണ്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവരായിട്ട് തന്നെ ചെറിയ ജയിലിൽ മറ്റുള്ള വേറെ സെല്ലിലോട്ട് മാറ്റിയ സമയത്ത് അവിടെ തടവുകാരെ കൊണ്ട് ചെറിയ രീതിയിൽ ഉടക്കുന്ന പ്രശ്നം, ഉടക്കുക, പിന്നെ ചിലപ്പോൾ ഒരു അടി നടക്കാം. ചെറിയ രീതിയിൽ വേറെ തടവുകാരെ കൊണ്ട് ഈ ഉടക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായി. ഭക്ഷണമൊന്നും അവിടെ ആദ്യമൊന്നും പോയപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ആദ്യം ഒരു ആഴ്ച വരെ എന്തോ ഭക്ഷണം കഴിച്ചില്ല. പിന്നെ അതിനുശേഷമാണ് പിന്നെ കോൺഗ്രസ് അവിടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പാർട്ടിക്കാർ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഭക്ഷണം ജയിലിൽ അവര് വന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു. സെല്ലില് അവര് വേറെ സെല്ലിലായിരുന്നു. അവര് പക്ഷെ നമ്മൾ ആദ്യം അഡ്മിഷൻ സെല്ല് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അവിടെ നിന്നാണ് ഒരു 5-6 ദിവസം അവിടെ കിടക്കും. പിന്നെ രാഹുലുമായിട്ട് ഒരുമിച്ച് കിടന്നിട്ടുണ്ട്. രാഹുലുമായിട്ടൊക്കെ അവരുടെ അടുത്ത് ഞാൻ പുള്ളി നേരിട്ട് കണ്ടു. ജയിലിനകത്ത് വെച്ച് അവരെ നേരിട്ട് കണ്ട് ഞാൻ കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞ് നിങ്ങളിപ്പം പുറത്തിറങ്ങിയിട്ട് ഒന്ന് എന്നെ ഇതിന് വേണ്ടുന്ന അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്തോ? അവരൊന്നും ഇതിലൊന്നും ചെയ്തില്ല. എനിക്ക് ഇവിടെ നീതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കൊല്ലപ്പെട്ട ഇപ്പം ഒരു കേസ് അതിനിപ്പം അവിടെ അത്ര സുരക്ഷിതത്വമല്ല. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇവര് നേരിട്ട് നമ്മളെ ഉപദ്രവിക്കണമെന്നില്ല. പോലീസുകാരോ അല്ലെങ്കിൽ നമ്മൾ അവർക്കെതിരെയാണ് സമരം ചെയ്യുന്നതെങ്കിലും അവർ നേരിട്ട്, പക്ഷെ ഇവരും വേറെ ആൾക്കാരെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. ഇവരിപ്പോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവരടുത്ത് വേറെ എന്തെങ്കിലും നമ്മളെ തല്ലാനോ കൊല്ലാനോ വീണ്ടും ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഓടി രക്ഷപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ തല്ലി കൊന്നോ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇനി ഇതിന് സമാനമായ പ്രവർത്തനം വീണ്ടും ഉണ്ട്. നമ്മൾ അടുത്ത് സമരമായിട്ട് പോകുന്നു. അപ്പം വീണ്ടും ഇതിന് സമാനമായ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കുകയാണ്. ഒന്നെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മുടെ ജീവന് ഒരു സുരക്ഷിതത്വം ഇല്ല. പിന്നെ ഇവരുടെ ഭരണത്തിൽ നമ്മുടെ ജീവന് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ സഹോദരന്റെ നീതിക്ക് വേണ്ടി ഞാൻ സമരം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഭരണത്തിൻ്റെതായ പല ഇതിനെതിരെ ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഇവരുടെ വൈരാഗ്യത്തിൽ നിലവിലെ ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ളവർ ചേർന്ന് ഒന്നിച്ചു നിന്ന് എന്നെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തെ വരെ നശിപ്പിക്കുന്നതിന് സമാനമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് അതിനെയൊക്കെ മറികടക്കാൻ എന്താ പദ്ധതിയുള്ളൂ? മറികടക്കാൻ നമ്മളിപ്പോ ഈ മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്ത് ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇവിടെ സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. ജയിലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മ നമ്മൾ കേസ് കൊടുക്കുന്ന വക്കീല് കാര്യങ്ങൾ നേരാവണ്ണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടു. കേസ് നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സാറിന് നടക്കുന്ന ഈ കേസിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒത്തുകളി നടക്കാതിരിക്കാൻ അമ്മയുടെ അടുത്ത് ഞാൻ നല്ലോണം പറയാം. അമ്മ ആരോ പറഞ്ഞ് പേടിപ്പിച്ചു കളഞ്ഞു. അയ്യോ അങ്ങനെ വേറെ ചാനലുകാരെ ഒന്നും അറിയിക്കരുത്, അവനെ എന്തെങ്കിലും ചെയ്തു കളയെന്നൊക്കെ പറഞ്ഞ് അമ്മയെ വേറെ ആരൊക്കെ പേടിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് അമ്മ വന്നില്ല. അപ്പം ശ്രീത്തെ നമുക്ക് പ്രാർത്ഥിക്കാനല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെന്താ നിങ്ങളുടെ പോരാട്ടം തുടരുക. പക്ഷെ എങ്ങനെ പോരാടും എന്നൊരു പ്രശ്നമുണ്ട്. നമ്മളെ കഴിയുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരാന്നല്ലാതെ ഇല്ല. ഇപ്പൊ എന്നെ കൊണ്ട് നമ്മളിപ്പം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ തന്നെ ഇപ്പം ഞാൻ ഈ 9 വർഷമായിട്ട് സമരം ചെയ്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ ഒന്നുമില്ല, ചതിച്ചു കളയന്മാര്. വേറെ നമ്മളിപ്പോ പോരാട്ടം അവസാനിപ്പിക്കാതെ വേറെ വഴിയില്ല. അല്ല, വേറെ ഏതെങ്കിലും നമ്മൾ നോക്കണം, വഴി കാണുമല്ലോ. നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ വേറെ മാർഗം നമുക്ക് തെളിയും. എല്ലാ ആശംസകളും. നിങ്ങൾ അന്വേഷണം തുടരട്ടെ.